ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചിക്കനോ മട്ടനോ ഫിഷോ ഒന്നും ഇല്ലാതെ നല്ല കിടിലൻ ഊണ് തയ്യാറാക്കാനുള്ള റെസിപ്പീസ് കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിക്കനോ മട്ടനോ ഫിഷോ ഒക്കെ കഴിച്ച് മടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ വയറൊക്കെ ഒന്ന് ശരിയാവാനും അതുപോലെ അടിപൊളി ടേസ്റ്റിൽ നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നാടൻ വിഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചിക്കനോ ഫിഷോ മട്ടനോ ഒന്നും ഇതിലോട്ട് നമ്മൾ എടുക്കുന്നില്ല, വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കുമ്പളങ്ങ പുളിങ്കറിയുടെ റെസിപ്പി ഉണ്ട്, പൊട്ടാറ്റോ മസാലയുടെ റെസിപ്പി ഉണ്ട്, വെണ്ടക്ക തീയലിൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ നല്ലൊരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയുണ്ട്. അപ്പോൾ 4 റെസിപ്പീസാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ഊണിൻ്റെ വ്ളോഗിലോട്ട് പോവാം. നമ്മളിപ്പം ഈ 4 വിഭവങ്ങളും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ കുമ്പളങ്ങ പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് വെള്ളവും അതുപോലെ മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ഈ കുമ്പളങ്ങ മുങ്ങുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് കുമ്പളങ്ങ നല്ല സോഫ്റ്റായിട്ട് നല്ലോണം ഉടഞ്ഞ രീതിയിൽ വേണം ഈ ഒരു കറിക്ക്. ഇത് മലബാർ അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള കറി കേട്ടോ. മലപ്പുറം ഭാഗത്തൊക്കെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന കുറച്ച് കറികളിൽപ്പെട്ട ഒരു കറിയാണിത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇതൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് അത് വേവട്ടെ, എന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികൾക്ക് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ കുമ്പളങ്ങ പുളിങ്കറിയിലോട്ട് പുളി വേണം. അപ്പോൾ ഞാനെന്താ ഒരു കപ്പിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാനിപ്പോൾ പുളി എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് തീയൽ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ രസം ഉണ്ടാക്കുന്നുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് പുളി വേണം. അതിലോട്ടൊക്കെ ഞാൻ പുളി കുറച്ച് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കേട്ടോ. ഇനി അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് രസമാണ്. അതിനായിട്ട് ഞാൻ ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഗാർലിക് രസം ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെളുത്തുള്ളി വേണം. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം കേട്ടോ. പിന്നെ 2 ടീസ്പൂണോളം കുരുമുളക്. ഇത് 3ഉം കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റ് ആക്കാണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കുറേ തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രസം കേട്ടോ. വയറിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറാൻ ഈ ഒരു രസം കുടിച്ചാൽ മതി. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ബ്ലെൻഡ് ചെയ്ത് എടുക്കൊന്നും വേണ്ട. ഇത് നമുക്ക് രസം ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും എല്ലാ ദിവസവും ചോറിൻ്റെ കൂടെ രസം കുടിക്കുന്നത് വളരെ നല്ലതാട്ടോ, പ്രത്യേകിച്ച് ഗാർലിക് രസം. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് പുളി വെള്ളം ചേർക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇതുപോലെ സ്ക്യൂസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം പുളിവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ ഈ പുളിവെള്ളം. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഒരുപാട് പുളി ചേർക്കരുത് കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്കിനി ഗാർലിക് രസവും അടുപ്പത്ത് വയ്ക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇനി നമുക്ക് കുമ്പളങ്ങ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുമ്പളങ്ങ വന്നിട്ടൊന്നുമില്ല, ഇനിയും അത്യാവശ്യം വേവാനുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക തീയലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കുവാണ്. അപ്പോൾ ഇത് എൻ്റെ സ്റ്റൈലിലുള്ള വെണ്ടക്ക തീയലാണ്. ഞാൻ ഒരുപാട് മുന്നേ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ബ്ലോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാനിപ്പം ഒരു കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ടാവും. തേങ്ങയുടെ അളവ് കറക്റ്റായിട്ട് ഞാൻ നോക്കിയില്ല, ഏകദേശം 1 കപ്പ് ഉണ്ടാവും കേട്ടോ തേങ്ങ ചെരുവിയത്.
ഇനി അതിലോട്ടൊരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. നല്ലോണം ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് വേറെ 2 പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒന്നുണ്ട് ചൂടായിട്ടൊന്ന് കളറൊന്ന് മാറി വന്നോട്ടെ. അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുമ്പളങ്ങ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം, വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പം ഏകദേശം നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പം പുളി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. കാരണം ഓൾറെഡി നമ്മുടെ കുമ്പളങ്ങ വേവാനുള്ള വെള്ളം അതിലുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് അത് പുളിവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. ഒന്നുകൂടെ നന്നായിട്ട് കുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ നമ്മുടെ തേങ്ങയുടെ വറവ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത്. ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് വറുത്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ രസം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചാട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഓരോ റെസിപ്പിയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, ഏതൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ രസം ഏകദേശം തിളയ്ക്കുന്ന ആ സമയത്ത് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തേങ്ങ വറക്കുന്നത് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. ആ കളറ് മാറിപ്പോകരുത്, അതുപോലെ കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമ്മൾ പുളിങ്കറിയിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ചെറുവിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും ആവശ്യത്തിന് വെള്ളം, അത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഈ തേങ്ങ വറുക്കുന്നതിലോട്ട് നമ്മൾ 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കരുത് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും. മുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം, പക്ഷേ മല്ലിപ്പൊടി കൂടുതലാവരുത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു മണമൊക്കെ വരും. അപ്പം നല്ലോണം ഗോൾഡൻ കളർ ആവുന്ന വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ തീയലിലോട്ടുള്ളത് വറവ് റെഡി ആയിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അരപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പുളിങ്കറിയിലോട്ടുള്ള ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഈ ഒരു കറി നമുക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റൊക്കെ വരും കേട്ടോ. പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ നമ്മൾ കറി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയാവും കേട്ടോ. പിന്നെ പുളിങ്കറിയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും പറയുകയാണ്, ഇത് തിളയ്ക്കാൻ പാടില്ല. തിള വരുന്നതിന് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുളിങ്കറി ഒന്ന് കടുക് പൊട്ടിക്കാനായിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഏതൊരു പുളിങ്കറി ഉണ്ടാക്കുവാണെങ്കിലും ഇതുപോലെ തിളച്ച് പോവരുത്. തിളയ്ക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ ഫ്ലെയിം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിളച്ച് പോയാൽ പിന്നെ നമ്മുടെ കറി ഒരു വെള്ളം പോലെ ഇരിക്കും കേട്ടോ. കട്ടിയിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട, അടച്ച് വെക്കുക കേട്ടോ. സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പുളിങ്കറി ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലോട്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുവാണ്. കടുക് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ജീരകം അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്താൽ മതി. അതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതും, പിന്നെ വെളുത്തുള്ളി ഞാൻ തൊലി കളയാണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ കായപ്പൊടി അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ, ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്. പിന്നെ കറിവേപ്പില അതും ചേർത്ത് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ആ തക്കാളി ഒന്ന് നല്ലോണം സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റിൻ്റെ അകത്ത് ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ രസം മിക്സ് നന്നായിട്ട് തിളച്ച സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കുക കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് വേണം ഈ ഒരു ഫ്രൈങ് പാനിലെ ഈ ഒരു മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം റെഡിയാവാൻ. ഇത് അതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രസം റെഡിയായി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴാണ് രണ്ടും കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വരിക. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 1-2 വ്ളോഗ്സിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി. എനിക്ക് വേറൊരു രസവും ഉണ്ടാക്കാൻ തോന്നില്ല. ഈ ഒരു ഗാർലിക് രസം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേറൊരു രസവും ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ആ ഒരു തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ നമ്മുടെ കറിയും റെഡിയായി, നമ്മുടെ രസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും ഒന്നും ചെയ്യാനില്ല, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തീയലാണ്. നല്ല സിമ്പിളായിട്ടുള്ള എൻ്റെ സ്റ്റൈലുള്ള ഒരു വെണ്ടയ്ക്ക തീയൽ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ മതി കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം എണ്ണയിൽ. അപ്പോൾ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മതി, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ, ഒന്ന് കളറ് മാറിക്കോട്ടെ. എന്നിട്ട് വേണം നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാൻ. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് റോസ്റ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് മാത്രം വെള്ളം മതി കേട്ടോ, അത് അരയ്ക്കാനുള്ള വെള്ളം മാത്രം മതി. നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇപ്പം ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ആ പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്കതിലോട്ട് കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പം ആ ഉണക്കമുളക് ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാത്രമേ പുളി എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള പുളിയാണെങ്കിൽ നാരങ്ങ വലുപ്പത്തിൽ ചെറുതായിട്ട് എടുത്താൽ മതി കേട്ടോ. അതിലോട്ട് ഒരുപാട് പുളി വേണ്ട, ഒരു പാകത്തിനുള്ള പുളിയൊക്കെ മതി കേട്ടോ. അപ്പോൾ പുളിവെള്ളം ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരയ്ക്കാൻ വെച്ചിരുന്നല്ലോ, ആ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതൊന്ന് തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള നമ്മൾ വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെള്ളം നമ്മൾ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര ലൂസാക്കി എടുക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ടിയിലായിരിക്കണം അത് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ടാണ് നമ്മളിതിലോട്ട് വെണ്ടയ്ക്ക ചേർക്കുന്നത് കേട്ടോ. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം കേട്ടോ ഇതിലോട്ട്. ഞാൻ പിന്നെ അധികം മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു അരപ്പ് ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് വെണ്ടയ്ക്കയും ഈ ഒരു അരപ്പും കൂടി നല്ലോണം ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ട്രൈ ചെയ്യുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സിമ്പിളല്ല ഉണ്ടാക്കാൻ. ആ ഒരു തേങ്ങ വറുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തീയലും റെഡി ആയിട്ടുണ്ട്. അതും ഞാൻ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ പൊട്ടാറ്റോ മസാല റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് ഒരു വലിയ സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് സ്ലൈസ് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം സ്ലൈസ് ചെയ്തത് വേണം. എന്നിട്ട് നല്ലോണം സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നത് കേട്ടോ. നല്ലോണം സോഫ്റ്റ് ആവണം സവോള. ഇനി അതിലോട്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാട്ടോ, അത് ശ്രദ്ധിക്കുക. മസാലപ്പൊടികൾ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ 3 പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തത് കേട്ടോ. വല്ലാണ്ട് വലിയ പീസാക്കരുത്, എന്നാൽ വല്ലാണ്ട് തിന്നാക്കരുത്. ഈ ഒരു സൈസ് മതി.
പൊതുവേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് പൊട്ടാറ്റോ. പൊട്ടാറ്റോ നമ്മൾ ഫ്രൈ ആക്കുമ്പം ഒരുപാട് കേടാണ്, പക്ഷേ ഇതുപോലെ റോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലതുമാണ്. എന്നാൽ ചിക്കൻ കറിയുടെ അല്ലെങ്കിൽ ബീഫ് കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു ഡിഷും കൂടിയാണ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനും മറക്കരുത് കേട്ടോ, എന്നാലും അകത്തൊക്കെ നല്ലോണം കുക്കായി കിട്ടുള്ളൂ പൊട്ടാറ്റോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് 1-2 ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത്. നല്ലോണം അത് കുക്കാവണം, എന്നിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, കുറച്ചൊന്ന് വെള്ളം ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് പോലെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ. അപ്പം അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആവണം, പുറമേ ഇങ്ങനെ ഉടഞ്ഞ പരുവം ആവുകയും ചെയ്യരുത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ ഒരു മസാല, പൊട്ടാറ്റോ മസാല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഏകദേശം ഒന്ന് കുക്കായ സമയത്ത് ഞാനിതിലോട്ട് ഗരം മസാല പൊടിയും പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, അധികം എരിവ് വേണ്ട വെച്ചിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ കുക്ക് ചെയ്തെടുക്കുക. എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി. നല്ല സിമ്പിളായിട്ടുള്ള വേറെ റെസിപ്പിയാണിത്. പൊട്ടാറ്റോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു പൊട്ടാറ്റോ മസാല റോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതും അടക്കുന്നതൊക്കെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ശരിക്കും ചിക്കനോ ഫിഷോ ഒന്നും ആവശ്യമില്ല ഈ ഒരു മസാല ഉണ്ടെങ്കിൽ. അപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊട്ടാറ്റോ മസാല റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ചിലോട്ടുള്ള സൈഡ് ഡിഷുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ മസാല റോസ്റ്റ് അതും നിർബന്ധമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സൈഡ് ഡിഷ് ആയിരിക്കും. പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെയൊക്കെ ചിക്കനോ ഫിഷോ ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു വിഭവമായിരിക്കും. അതുപോലെ വെണ്ടക്കത്തിയൽ, അതും ഒരുപാട് പേർക്കൊക്കെ ഇഷ്ടമുണ്ടാവും. കുറേ പേർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാത്തവരുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഗാർലിക് രസം, അത് ഞാൻ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്നാലും വീണ്ടും ഷെയർ ചെയ്യാൻ കാരണം അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ മലപ്പുറം സ്റ്റൈലുള്ള കുമ്പളങ്ങ പുളിങ്കറി. അപ്പം നമ്മൾ നേരത്തെ കടുക് പൊട്ടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക്. ഇതാ ഇങ്ങനെ കട്ടിയിലായിരിക്കണം നമ്മുടെ കറി കേട്ടോ, വല്ലാണ്ട് ലൂസായിട്ട് പാടില്ല, ഈ ഒരു കട്ടിയിലായിരിക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ നല്ല സ്മൂത്തായിട്ട് വന്നു. അപ്പോൾ ഇറച്ചിയും മീനും മട്ടനും ബീഫൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഊണൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയായാലും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഒരു വെറൈറ്റിക്കായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം വാഴയില ഇവിടെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കുറേ മുമ്പ് വാങ്ങിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പം അത് ഉള്ളത് 2 എടുത്തിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാട്ടോ. ഇവിടെ വാഴയിലേക്ക് ഭയങ്കര ക്ഷാമമാണ് കിട്ടാൻ. അപ്പോൾ പൊട്ടാറ്റോ മസാല, വെണ്ടയ്ക്കത്തിയൽ, അതുപോലെ കുമ്പളങ്ങ പുളിങ്കറി, പിന്നെ നമ്മുടെ ഗാർലിക് രസം. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ പേരൊക്കെ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ചിക്കനും മട്ടനും ഫിഷൊക്കെ തന്നെയാണല്ലോ ഉള്ളത്, എന്നും അതിനെയാണല്ലോ കഴിക്കുന്നത്. നമ്മുടെ റെസിപ്പീസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചിക്കൻ റെസിപ്പീസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കുക. അപ്പം അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്നത് ഇതുപോലത്തെ വിഭവങ്ങളൊക്കെ തന്നെയാണ്. വെജിറ്റബിൾസും അല്ലെങ്കിൽ മുട്ട അങ്ങനത്തെ സൈഡ് ഡിഷുകളൊക്കെ തന്നെയായിരിക്കും. അല്ലാണ്ട് എല്ലാ ദിവസവും ഇപ്പം ആർക്കും ചിക്കനും ഫിഷും മട്ടനൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഇങ്ങനെ വെജിറ്റേറിയൻ സൈഡ് ഡിഷുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ 4 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.